ഏറെ നാളായുള്ള വിലക്കുകൾക്ക് ശേഷമാണ് UAE ആകാശവാതിലുകൾ തുറന്നത്. ഏറെ സന്തോഷത്തിലാണ് പ്രവാസികൾ. എന്നാൽ UAE ഏർപ്പെടുത്തുന്ന നിബന്ധനകൾ ഏറെ ആശങ്ക നൽകുന്നുണ്ട് എങ്കിലും ഏത് വിധേനയും UAEയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ് പ്രവാസികൾ. എന്നാലോ കാത്തിരിക്കുന്നത് മറ്റൊരു ഇരട്ടടിയും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്കിൽ UAE നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ടിക്കറ്റ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നു. 3 മാസത്തിലേറെയായി നിലനിൽക്കുന്ന യാത്രാവിലക്കിന് ശേഷം അനുവദിച്ചു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ പ്രവാസികൾ കൂട്ടത്തോടെ യാത്രയ്ക്കൊരുങ്ങുന്നതിനെ തുടർന്നാണിത്. വരുന്ന ഏതാനും ദിവസങ്ങളിൽ കൂടി ടിക്കറ്റ് നിരക്ക് കൂടി തന്നെ ഇരിക്കുമെന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നൽകുന്ന സൂചന. എക്കോണമി ടിക്കറ്റുകൾ കിട്ടാനില്ല. ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിൽ എക്കോണമി ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. വരുന്ന ഏതാനും ദിവസങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇതിനകം തീർന്നു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഏതാനും ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളാണ്. അതിനാണെങ്കിൽ എക്കോണമി ക്ലാസിന്റെ 6ഉം 7ഉം ഇരട്ടി തുകയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. മുംബൈയിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റിന് 2700 ദിർഹമാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഈടാക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ 1000 ദിർഹമാണ് എമിറേറ്റ്സിന്റെ നിരക്ക്. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് അടുത്ത ദിവസങ്ങളിലൊന്നും എക്കോണമി ടിക്കറ്റുകൾ ലഭ്യമല്ല. നിലവിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഓഗസ്റ്റ് 12-നുള്ള എമിറേറ്റ്സ് വിമാനത്തിന് 5546 ദിർഹമാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്. ബിസിനസ് ഫസ്റ്റ് ക്ലാസുകളിലെ ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവിനൊപ്പം വിമാന സർവീസുകളുടെ എണ്ണത്തിലുണ്ടായ കുറവും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ കാരണമായി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ നിരോധനത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് ഏകദേശം 300 പ്രതിവാര സർവീസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 50-ൽ താഴെ സർവീസുകൾ മാത്രമേ ഉള്ളൂ. 10 ദിവസത്തോളം യാത്ര വൈകിപ്പിക്കാനാകുമെങ്കിൽ അതാണ് നല്ലതെന്നാണ് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശം. അതിനിടയിൽ ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സാധാരണ നിരക്കിന്റെ 5 ഇരട്ടിയും അതിലധികവും നൽകി ടിക്കറ്റ് വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നതിനാലാണ് നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നത്. ടിക്കറ്റ് വാങ്ങാൻ ആളുകൾ വിമുഖത കാണിച്ചാൽ നിരക്കും കുറയും. ഓഗസ്റ്റ് 29-ന് UAEയിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഇവിടെ എത്താനാണ് പ്രവാസികൾ തിടുക്കം കൂട്ടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.